വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. Pittapillil Agencies, the most trusted name in TV, mobiles and appliances. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. CNG റോഡിൽ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിന് മുൻവശം കല്ലായി ആർക്കേഡ് എന്ന ബിസിനസ് സമുച്ചയത്തിൽ ഓഫീസുകൾക്കും ഷോപ്പുകൾക്കും അനുയോജ്യമായ റൂം ഒഴിവുകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ 1500 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 2500 സ്ക്വയർ ഫീറ്റും റൂഫിൽ 6500 സ്ക്വയർ ഫീറ്റും ഒഴിഞ്ഞുകിടക്കുന്നു. നിലവിലെ ഒഴിവുകളിൽ താല്പര്യമുള്ളവർ 7306105147 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാജ്യത്ത് കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഇന്ധന പാചകവാതക വില വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ. വഴിക്കടവിലും വണ്ടൂരിലും UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. മെയ് 15 മുതൽ കേരളത്തിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന UDF പ്രഖ്യാപനം. നടപ്പിലാക്കുവാൻ വൈകുന്നതിൽ മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. പ്രവർത്തകർ KSRTC ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത് പ്രതിഷേധിച്ചു. വിശദമായ വാർത്തകളിലേക്കാണ്. രാജ്യത്ത് ഇന്ധന പാചകവാതക വില ഇങ്ങനെ വർദ്ധിക്കുകയാണ്. യുദ്ധ കാരണം ആണ് ഇതിന് പ്രധാനമായി പറയുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിലടക്കം ജനജീവിതം ദുസ്സഹമാകുന്നൊരു സാഹചര്യത്തിലേക്കാണ് വഴിവെക്കുന്നത് ഈ പാചകവാതകത്തിൻ്റെയും ഇന്ധനത്തിൻ്റെയും വില വർധനവ് വരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചു. വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. സൗകര്യങ്ങളൊരുക്കുന്നു യുദ്ധത്തിന്റെ മറയാക്കി, യുദ്ധത്തിന്റെ മറയാക്കി. കോടികളാവും കൊയ്യാനായി സർക്കാർ മുർദാബാദ്, ഡിവൈഎഫ്ഐ സിന്ദാബാദ്. ഇന്ധനവിലയും പാചകവാതക വിലയും സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വിധം കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഡിവൈഎഫ്ഐ വൈസ് പ്രസിഡന്റ് ഇ ലിനീഷ്, ബ്ലോക്ക് സെക്രട്ടറി ടി ജുനൈദ്, ബ്ലോക്ക് പ്രസിഡന്റ് പി ഷൈജു, ബ്ലോക്ക് ട്രഷറർ സി അനസ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ പി രജീഷ്, സി പി പ്രണവ്, ബിബിൻ, കെ എം അജയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും വില വർധനവിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. അമേരിക്കയുമായി ചേർന്നുകൊണ്ട് മാത്രമേ ഇന്ത്യക്ക് ഇനി
അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ആണവ കരാർ ഒപ്പിടുന്നതിനോടുകൂടി വിദേശ നയം സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കപ്പെട്ടു. അതോടൊപ്പം ഇന്ത്യയും ഇറാനും തമ്മിലുണ്ടായിരുന്ന വാതക ലൈൻ പൈപ്പ് ലൈൻ പദ്ധതി അതിൽ നിന്ന് UPA ഗവൺമെന്റ് പിന്മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇടതുപക്ഷം UPA ഗവൺമെന്റിനുള്ള പിന്തുണ വിളിച്ചത്. അത് ഇടതുപക്ഷം സ്വീകരിച്ച നയം ഈ രാജ്യത്തിലെ ജനങ്ങളോട് ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഈ രാജ്യം നേരിടാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അന്ന് ഞങ്ങളെ കളിയാക്കിയവർ മുസ്ലിം ലീഗുകാർ, കോൺഗ്രസ്സുകാരെല്ലാം കളിയാക്കി. അമേരിക്കയുമായി ആണവ കരാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് വാതക പൈപ്പ് ലൈനിൽ നിന്ന് കരാറിൽ നിന്ന് പിൻവാങ്ങിയാൽ നിങ്ങൾക്ക് അരി കിട്ടാതിരിക്കോ, ഭക്ഷണം വേഗോ എന്നാ ചോദിച്ചത്. ഇപ്പൊ എന്താ വാതക സിലിണ്ടറിന്റെ സ്ഥിതി? 1500 1800 രൂപയാണ് വാതകത്തിന് വേണ്ടി വില വർദ്ധിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റ്. അടുപ്പുകളും ഹോട്ടലുകളും പുകയാത്ത സന്ദർഭം വരികയാണ്. തൊഴിലാളികൾക്ക് പണിയില്ലാത്ത സാഹചര്യം വരികയാണ്. അതിലാണ് ഇന്ധന വില വർധനവും. ഇത് വലിയ രൂപത്തിൽ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള രാജ്യമായി നമ്മുടെ രാജ്യം നിലനിൽക്കുമ്പോഴാണ് അതിരൂക്ഷമായ ജനങ്ങൾക്ക് മേൽ കൂടുതൽ കെടുതികൾ അടിച്ചേൽപ്പിക്കാനും കോർപ്പറേറ്റുകൾക്ക് താല്പര്യം സംരക്ഷിക്കാനുമാണ് ഈ വില വർധനവ്. ഇത് ഈ രാജ്യത്തിൽ നിന്ന് അതിശക്തമായ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി ഉയർന്നു വരും എന്ന് മാത്രമാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ പോവുകയാണ്. വി.ഡി. സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ച ഒരു ഘട്ടത്തിൽ തന്നെ UDFന്റെ പ്രവർത്തകർ വിവിധ മേഖലകളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി. വഴിക്കടവിലും പ്രവർത്തകർ വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര പ്രകടനം ഉദ്ഘാടനം ചെയ്തു. വഴിക്കടവ് മണ്ഡലം UDF കൺവീനർ സുനീർ മണൽപ്പാടം, ചെമ്പൻ ചെറി, ബിനീഷ് ജോസ്, ഉഷ വേലു, ജാഫർ പുലിയോടൻ, അസീസ് പാറപ്പുറം, KT ഉബൈദ്, രാജേഷ് കണ്ടത്തിൽ, സുബൈർ മാമാങ്കര, PK റജീബ്, മാനു കോന്നാടൻ, VP മത്തായി, ബിന്ദു വേലായുധൻ, സജി മാത്യു, ഗോപി ആനമറി, നാസർ ബാവ, അജ്മൽ കാട്ടു, PT ഉസ്മാൻ, അലവി കുരുക്കൾ, ഫ്രാൻസിസ് കരിയാടി എന്നിവർ നേതൃത്വം നൽകി. വി.ഡി. സതീശനെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വണ്ടൂരിലും UDF പ്രവർത്തകർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TP ഗോപാലകൃഷ്ണൻ, UDF പഞ്ചായത്ത് കൺവീനർ കാപ്പിൽ മുരളി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PT ജബീബ് സുക്കീർ, UDF നേതാക്കളായ T വിനയദാസ്, MK നാസർ, സലാം എമങ്ങാട്, M മുരളീധരൻ, KTA മുനീർ, ഷെരീഫ് തുറക്കൽ, K ഹരിദാസൻ, ബാബു മണി, KK സാജിദ, അൻഷിത, കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ, പഞ്ചായത്ത് അംഗങ്ങളായ CT ചെറി, ഷാഹുൽ ഹമീദ്, മാനു എമങ്ങാട്, KV സിന്ധു, നിഷ മാധവൻ എന്നിവർ നേതൃത്വം നൽകി. UDFന്റെ പ്രകടന പത്രികയിൽ മെയ് 15 മുതൽ KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന പ്രഖ്യാപനം ഇതുവരെ നടപ്പിലാക്കാത്തതിൽ മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. പ്രവർത്തകർ KSRTC ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധ പരിപാടി നടത്തിയത്. BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ PR രശ്മിൽനാഥ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജു M സാമുവൽ, ഷിനോജ് പണിക്കർ, ജില്ലാ ഉപാധ്യക്ഷന്മാരായ അജി തോമസ്, വിജയ നിർമ്മല, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുനിത ചോക്കാട്, ജിഷ ശിവദാസ്, മീഡിയ സെൽ ജില്ലാ കൺവീനർ ഗിരീഷ് പൈക്കാടൻ,
കാർത്തിക, PV, ലിബിൻ CS എന്നിവർ പങ്കെടുത്തു. സർക്കാർ ഭരണത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതാണ്. അത് കാരണം ഞങ്ങൾ ഇന്ന് സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ട് KSRTCയിൽ യാത്ര ചെയ്യാൻ കയറി. ഞങ്ങളോട് ടിക്കറ്റ് എടുക്കണം പറഞ്ഞു. ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധ സമരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് ഇതുപോലെ മഹിളാ മോർച്ചന്റെ പ്രതിഷേധ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ കേരളത്തിലെ മുഴുവൻ വനിതകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുമെന്ന ആ വാക്ക് ഇന്നിവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അത് അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളും മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ മഹിളാ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTC ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം VD സതീശനെയും കൂട്ടരെയും അറിയിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ക്ലീൻ ഡ്രൈവ് സംഘടിപ്പിച്ചു. ശുചിത്വ ഹർത്താൽ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടൂരിലെ 24 വാർഡുകളിലേക്കും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ക്ലീനിങ്ങിന് ഇറങ്ങുന്നതാണ്. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിനും ഇത് തുടക്കം കുറിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയത്. പകർച്ചവ്യാധികൾ തടയുന്നതിനും പൊതുയിടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിനുമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായാണ് ശുചിത്വ ഹർത്താൽ സംഘടിപ്പിച്ചത്. വണ്ടൂർ ടൗൺ, വാണിയമ്പലം ടൗൺ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. പൊതുജന ആരോഗ്യത്തിന് ഭീഷണിയായ രീതിയിൽ മാലിന്യം കൈകാര്യം ചെയ്തതായും ശുചിത്വ മാനദണ്ഡങ്ങൾ ലംഘിച്ചതായും കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, വണ്ടൂർ വർക്കേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിത കർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ട്രോമ കെയർ, MEC 7 പ്രവർത്തകർ, വ്യാപാരികൾ എന്നിവരും ശുചിത്വ ഹർത്താലിന്റെ ഭാഗമായി. വണ്ടൂർ ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന മെഗാ ക്ലീനിംഗ് ഡ്രൈവിനെ തുടർന്ന് വരും ദിവസങ്ങളിലും പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വിപുലമായ ശുചീകരണം നടക്കും. 24 വാർഡുകളിലും ജനപങ്കാളിത്തത്തോടെ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുവാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനം എന്ന് പറയുമ്പോൾ പകർച്ചവ്യാധികളുടെ നിയന്ത്രണം, പ്രതിരോധമാണ് നമ്മൾ എപ്പോഴും മുന്നിൽ കാണേണ്ടത്. ആ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ഭാഗമാണ് ശുചീകരണം എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നിലമ്പൂർ താലൂക്കിൽ ലൈബ്രറി കൗൺസിൽ സംഗമം സംഘടിപ്പിച്ചു. വണ്ടൂരിലാണ് സംഗമം നടന്നത്. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് C ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഒരു 5 വർഷക്കാലം എന്ന് പറയുന്നത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുടെ കാലമായി. ഏത് സമയവും വീണ്ടും ഗ്രന്ഥശാല കൗൺസിൽ പിരിച്ചുവിടുമോ എന്നുള്ള ഒരു ഭയത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരവസ്ഥയുണ്ട്. ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ യോഗങ്ങളൊക്കെ തന്നെ ചേരുന്ന സമയത്ത് താലൂക്ക് സെക്രട്ടറി എന്നുള്ള രൂപത്തിൽ ഞങ്ങളൊക്കെ അതിന് പങ്കെടുക്കുമ്പോൾ ഭാസ്കരേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഏതൊരു സമയവും നമ്മുടെ യോഗം ഇതോടുകൂടി അവസാനിക്കും. അന്ന് പത്മനാഭ മാഷാണ് ജില്ലാ പ്രസിഡന്റ്. മാഷ് അടുത്ത യോഗത്തിലേക്ക് നിങ്ങൾ വരേണ്ടി വരില്ല എന്നുള്ള രൂപത്തിലേക്കുള്ള ഭയത്തോടുകൂടി പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഒരു കാലത്തുണ്ട്. അതിന്നൊക്കെ തന്നെ മാറി ധാരാളം ഫണ്ടുകൾ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. കേരളത്തിലെ ലൈബ്രറിയന്മാർക്ക് ഒരു അംഗീകാരം കൊടുക്കുന്ന രൂപത്തിലേക്ക് വന്നു. അങ്ങനെ ഇപ്പം 5120 കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള 1000 രൂപ ഉൾപ്പെടെ 5120 രൂപ കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് ഉൾപ്പെടെ ലൈബ്രറിയന്മാർക്ക് ഫണ്ട് കൊടുക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ വളരുന്ന അവസ്ഥയുണ്ട്. താലൂക്ക് പ്രസിഡന്റ് J രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി EP മുരളീധരൻ കഴിഞ്ഞ കാലയളവിലെ കൗൺസിലിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റേറ്റ് കൗൺസിൽ അംഗം E പത്മാക്ഷൻ, താലൂക്ക് വൈസ് പ്രസിഡന്റ് EA മർക്കോസ്, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി V ഗോപാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. താലൂക്കിലെ വിവിധ ലൈബ്രറി പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു.
ചക്കയുടെ പെരുമ വിളിച്ചോതി ഒരു ചക്ക മഹോത്സവം. വണ്ടൂരിലെ കുടുംബശ്രീ CDSന്റെ പ്രകൃതി ഫാർമേഴ്സ് ക്ലബ്ബ് ആണ് ഇങ്ങനെയൊരു ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത്. വിപണനമേളയും പ്രദർശനമേളയുമാണ് ഒരുക്കിയിരുന്നത്. ജനപങ്കാളിത്തം കൊണ്ട് ഈ ഒരു മേള ശ്രദ്ധേയമാവുകയുണ്ടായി. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെട്ടി ഷംസുദ്ദീൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടൂർ പഞ്ചായത്തിന്റെ കുടുംബശ്രീ ചക്കോത്സവം 2026 കൊണ്ടാടുകയാണ്. ഈ ചക്ക കൊണ്ടുള്ള പല ഉപയോഗിക്കാമെന്നുള്ളത് തെളിയിച്ചുകൊണ്ട് 10-35 ഐറ്റം സാധനങ്ങൾ ഇവരിവിടെ നിരത്തിയിട്ടുണ്ട്. അത് എല്ലാ കുടുംബശ്രീ ADS അംഗങ്ങളും ഓരോരുത്തർ അവരുടേതായ കഴിവ് കൊണ്ട് അവർ കൊടുക്കുന്നതാണ്. അത് ഇനി ഇവിടുന്ന് പരിശോധിച്ച് ഏറ്റവും നല്ലത് ആരുതാന്ന് കണ്ടെത്തി അതിന് JDSനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ ഏറ്റവും നല്ല ആളെ തെരഞ്ഞെടുത്ത് അവർക്ക് നല്ലൊരു സമ്മാനം കൊടുക്കുന്നതാണ്. ഇത് നാടിൻ്റെ ഏറ്റവും നല്ലൊരു സമ്പത്താണ്. ചക്ക കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാം എന്നുള്ളത് വണ്ടൂരിലെ കുടുംബശ്രീ ജനങ്ങളെ ഇടയിൽ അവതരിപ്പിക്കുകയാണ്. ഇതിന് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് പറയുന്നതിൻ്റെ. ചക്കയിൽ നിന്നുമുള്ള നിരവധി വിഭവങ്ങൾ മേളയിൽ ഒരുക്കിയിരുന്നു. മേളയിൽ പങ്കെടുത്തവർക്കായി പരമ്പരാഗത തനിമയുള്ള ചക്കക്കൂട്ടാനും കഞ്ഞിയും വിതരണം ചെയ്തു. CDS ചെയർപേഴ്സൺ അൻഷിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാർ, CDS വൈസ് ചെയർപേഴ്സൺ, അക്കൗണ്ടന്റ് പ്രജിഷ, CDS മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. അഗ്രി CRP ഖൈറുനീസ, BC-മാരായ വിഷ്ണു, രജിഷ, കമ്മ്യൂണിറ്റി കൗൺസിലർ ആതിര, വിവിധ അയൽക്കൂട്ടം JLG അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ CDSന്റെ കീഴിൽ നടത്തുന്ന ചക്കോത്സവമായിട്ട് നടത്തുന്ന ചക്കോത്സവമാണ് ഇന്നിവിടെ നടത്തിയത്. അതിൽ 35ഓളം വിഭവങ്ങളുമായിട്ട് ഒരു മത്സരം സംഘടിപ്പിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ മാത്രമാണ് അതിൽ പങ്കെടുത്തത്. പിന്നെ അതിൽ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 വിജയികളെ കണ്ടെത്തിയിട്ട് അവർക്കുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നുള്ളത് ഇവിടെ വന്ന് സന്ദർശിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ചക്കയും കഞ്ഞിയുമാണ് കൊടുത്തിട്ടുള്ളത്. SSLC ഫലം വന്നതോടുകൂടി മലയോര മേഖലയിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും മികച്ച നേട്ടമാണ് ഉള്ളത്. വണ്ടൂരിലും മികച്ച നേട്ടത്തോടു കൂടിയാണ് വിദ്യാലയങ്ങൾ ഈ ഒരു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. വണ്ടൂർ VMC ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഇത്തവണ ഉന്നത വിജയമാണ്. 95% സ്കൂളിൻ്റെ വിജയം. ഈ വിജയത്തിൽ കാരണമായ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി സ്കൂളിൽ വെച്ച് നടന്നു. വണ്ടൂരിൻ്റെ MLA AP അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 95% വിജയം. ഇത്തവണ എല്ലാ വർഷത്തെ പോലെ അല്പം വാല്യുവേഷനൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടും 95% വിജയം ഉണ്ടായിരിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. വിജയിച്ച എല്ലാവരും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം അവരുടെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു വിജയം നേടുന്നതിൽ പങ്കുവഹിച്ച രക്ഷിതാക്കളെയും ഇവിടുത്തെ അധ്യാപകരെയും നമ്മുടെ സ്കൂളിന് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ ഇത്ര നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച എല്ലാവരെയും PTA-യും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത്തവണ VMC സ്കൂളിൽ നിന്നും 557 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതിയത്. ഇതിൽ 95% വിജയമാണ് സ്കൂൾ കൈവരിച്ചത്. 31 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. ചടങ്ങിൽ PTA പ്രസിഡന്റ് EP ഫിറോസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ മുഖ്യാതിഥിയായിരുന്നു. SMC ചെയർമാൻ മുക്കണ്ണൻ ഉബൈദുള്ള, ഷിഹാബ് അലൈവ്, അഫ്സൽ സീലത്ത്, ഹെഡ് മിസ്റ്റേഴ്സ് P ഉഷ, അധ്യാപകരായ K രാജീവൻ, ശകുന്തള, E ബിനീഷ്, ഇന്ദിര എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ബിസിനസ് ന്യൂസാണ്, കാണാം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും വെഡ്ഡിംഗ് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻസുമായി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ വടപുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെവി ജ്വല്ലറീസിന്റെയും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും അതിഗംഭീര കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ടാണ് ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരു പുതിയ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിലമ്പൂർ കൊടപ്പുറത്ത് ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിൽ വളർന്നു വരേണ്ടത് അനിവാര്യവുമാണ്. ബിസിനസ് രംഗത്ത് നമ്മുടെ നഗരവും പ്രദേശവും ഒക്കെ വികസിച്ച് വന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടുന്ന ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ നേടാനും അതേപോലെ കച്ചവട സംബന്ധമായി നമ്മുടെ നഗരം വികസിക്കേണ്ടത് അനിവാര്യവുമാണ്. ഇത്തരം സംവിധാനങ്ങളൊക്കെ അതിന് നേതൃത്വം നൽകിയ ഇതിന്റെ മാനേജിംഗ് പാർട്ട്നേഴ്സ്, ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട്. എല്ലാ രീതിയിലും അത് വിജയത്തിൽ എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഗോൾഡൻ ഡയമണ്ട്സിൽ ഇനാഗുറേഷനിൽ വരാൻ പറ്റുന്ന സന്തോഷം. നിലമ്പൂർ നല്ല ബിസിനസ് ഉണ്ടാവാനും നല്ല രീതിയിൽ വിജയം വരിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഈ ഒരു നല്ല രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നല്ല കസ്റ്റമേഴ്സിനെ കിട്ടട്ടെ, അടിപൊളിയായിട്ട് ബിസിനസ് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. വളരെ ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. സ്വാ ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻസിന്റെ ഉദ്ഘാടനവും നറുക്കെടുപ്പും വൈറൽ ഗായകൻ ഹനാൻ ഷാ നിർവഹിച്ചു. വണ്ടൂരിലെയും എളങ്കൂറിലെയും ആഭരണ പ്രേമികളുടെ മനം കവർന്ന ശേഷമാണ് ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 3ാമത് ഷോറൂം നിലമ്പൂർ വടപുറത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഏവർക്കും ഇഷ്ടപ്പെടുന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും പുതിയ ഡിസൈനിലുള്ള വെഡ്ഡിംഗ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഇവിടെ ലഭ്യമാണ്. എല്ലാ ആഭരണങ്ങൾക്കും ഹോൾസെയിൽസ് പണിക്കൂലി മാത്രമാണ് ഈടാക്കുന്നത് എന്നതും മറ്റ് ജ്വല്ലറികളിൽ നിന്നും ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ വേറിട്ടതാക്കുന്നു. ആഘോഷങ്ങൾക്കായി സ്വർണം വാങ്ങുവാൻ ഇനി മറ്റെവിടെയും തിരയേണ്ടതില്ല. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 4ാമത് ഷോറൂം UAE-യിലും ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഇന്ധന പാചകവാതക വില വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ. വഴിക്കടവിലും വണ്ടൂരിലും UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. മെയ് 15 മുതൽ കേരളത്തിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന UDF പ്രഖ്യാപനം. നടപ്പിലാക്കുവാൻ വൈകുന്നതിൽ മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. പ്രവർത്തകർ KSRTC ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത് പ്രതിഷേധിച്ചു.
പ്രിയ പ്രേക്ഷകർ, ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. Pittapillil Agencies, the most trusted name in TV, mobiles and appliances. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. CNG റോഡിൽ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിന് മുൻവശം കല്ലായി ആർക്കേഡ് എന്ന ബിസിനസ് സമുച്ചയത്തിൽ ഓഫീസുകൾക്കും ഷോപ്പുകൾക്കും അനുയോജ്യമായ റൂം ഒഴിവുകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ 1500 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 2500 സ്ക്വയർ ഫീറ്റും റൂഫിൽ 6500 സ്ക്വയർ ഫീറ്റും ഒഴിഞ്ഞുകിടക്കുന്നു. നിലവിലെ ഒഴിവുകളിൽ താല്പര്യമുള്ളവർ 7306105147 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.